മനോരമ പത്രവും അതിൻ്റെ മറ്റ് സ്ഥാപനങ്ങളൊക്കെ തന്നെ നമുക്ക് കൃത്യമായി അറിയാമല്ലോ. അവർ ഏതാണ്ട് പിണറായി വിജയൻ സർക്കാർ തുടരാതിരിക്കാൻ വേണ്ടി നിരന്തരമായി പണിയെടുക്കുന്ന ഒരാളുകളാണ്. അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്, അതിനുള്ള അജണ്ടയും ഒക്കെ അവർ സെറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പത്രത്തിൽ തന്നെ ഏതാണ്ട് 2.5 പേജോളം ന്യൂസുകൾ ഈ സർക്കാരിനെതിരെയും ഹോസ്പിറ്റലുകളിലെ പ്രശ്നങ്ങളെക്കുറിച്ചും കത്രിക പറന്നു വെച്ചതിനെക്കുറിച്ചും ഒക്കെ ആയിരുന്നു. അതുകൂടാതെ കഴിഞ്ഞ ഏതാണ്ട് ഒരാഴ്ചയായി ഒരു പരമ്പരകൾ തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇതൊക്കെ കൂടാതെ ഇന്ന് മനോരമ പത്രത്തിലൊരു ഫ്രണ്ടിൽ ഒരു ഫോട്ടോ കൂടി കൊടുത്തിട്ടുണ്ട്. എൻ്റെ പ്രേക്ഷകർക്ക് കാണാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ വീണ ജോർജും അതുപോലെ പിണറായി വിജയനും നിൽക്കുന്ന ഒരു ഫോട്ടോയാണ്. ആ ഫോട്ടോ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻ്ററിൻ്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത ശേഷം കത്രിക മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രി വീണ ജോർജിന് കൈമാറുന്നു എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിലൊരു ഹെഡിങ് കൂടി, അതിൻ്റെ സൈഡിലൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി, ടൈറ്റിൽ കൂടി അവർ കൊടുത്തിട്ടുണ്ട്. അതെന്ന് പറയുന്നത് മറന്ന് വെക്കരുത് എന്ന് പറഞ്ഞിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഇത്ര കൃത്യമായിട്ട് അവർ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ചുരുക്കം. അപ്പോൾ അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഓരോരുത്തർക്കും ഓരോരുത്തരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് അതിനെയൊക്കെ നമ്മൾ മാനിക്കുന്നു. പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം അതിനുശേഷം നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, ഇവിടെ സ്വർണ്ണക്കൊള്ള നിയമസഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയും കാണാം. അപ്പോൾ ഇത്തരത്തിൽ സർക്കാരിനെതിരെ വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മാധ്യമത്തിൻ്റെ ധർമ്മവും നിലവിലുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റിനും സർക്കാരിനും ഒക്കെ പറ്റുന്ന തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിക്കുക തന്നെയാണ്. പക്ഷേ അതിനൊക്കെ ഒരു പ്രപ്പോർഷനേറ്റ് ആയിട്ടുണ്ട്, അല്ലാതെ തെറ്റായ വാർത്തകളൊന്നും കൊടുക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷേങ്കിലും മനോരമ അത്രയും അഗ്രസീവായി കൂടെ നിൽക്കുകയാണ്. പക്ഷേ അതേ മനോരമയുടെ തന്നെ ഒരു സർവേ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, പക്ഷേ സർവേ വന്നിട്ടുണ്ട്. ആ സർവേ നടത്തിയിട്ടുള്ള മനോരമ ന്യൂസ് ചാനൽ സംപ്രേഷണം ചെയ്തിട്ടുള്ള സർവേയിൽ ഇടത് സർക്കാർ തുടരണോ എന്ന് പറയുന്ന ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇടത് സർക്കാർ തുടരണോ എന്നുള്ളൊരു ചോദ്യത്തിന് അവർ ഇട്ടേക്കുന്നത് ആദ്യത്തെ ഫെബ്രുവരി 1 വീക്കിൽ അവരുടെ സർവേ പ്രകാരം 40.3% ആളുകൾ ഇടത് സർക്കാർ തുടരണമെന്നും എന്നാൽ തുടരരുത് എന്ന് പറഞ്ഞുകൊണ്ട് 53.7% ആളുകളുമാണ് ഉണ്ടായിരുന്നത് ആദ്യത്തെ വീക്കിൽ, ഫെബ്രുവരി ആദ്യത്തെ വീക്കിൽ. രണ്ടാമത്തെ വീക്ക് എത്തിയപ്പോഴേക്കും അത് ഒന്നുകൂടി കുറഞ്ഞു. തുടരണം എന്ന് പറയുന്നവരുടെ നമ്പർ 38.8%. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം 40.3 പിന്നീട് 38.8%. പക്ഷെ അപ്പോൾ തുടരരുത് എന്ന് പറഞ്ഞിരുന്നവരുടെ നമ്പർ 58%. അതായത് രണ്ടാമത്തെ വീക്കിൽ. പക്ഷേ മൂന്നാമത്തെ വീക്കിലേക്ക് ആയപ്പോഴേക്കും ഇപ്പോൾ മനോരമ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം നമുക്കതേ വിശ്വസിക്കാൻ വഴിയുള്ളൂ. 44.7% പേർ പിണറായി തുടരണമെന്ന് പറയുകയും 50.4% പേർ തുടരരുത് എന്ന് പറയുകയും കൂടാതെ 4.9% പേർ ഈ അഭിപ്രായമൊന്നുമില്ല എന്ന് പറയുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, ആദ്യത്തെ വീക്കിൽ 40.3, രണ്ടാമത്തെ വീക്കിൽ 38.8, അതേസമയം മൂന്നാമത്തെ വീക്കിൽ 44.7% പേർ തുടരണമെന്നാണ് പറഞ്ഞേക്കുന്നത്. മറ്റേ തുടരരുത് എന്ന് പറഞ്ഞവരുടെ നമ്പർ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ വീക്കിൽ 53.7, രണ്ടാമത്തെ വീക്കിൽ 58, മൂന്നാമത്തെ വീക്ക് ആകുമ്പോഴേക്കും 50.4 അത് ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. കൂടാതെ 4.9% പേർ തുടരണമെന്നോ വേണ്ടെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ചുരുക്കം. എന്ന് പറഞ്ഞാൽ ഈ 44.7 50.4 തമ്മിലുള്ള ഗ്യാപ്പ്, അല്ലെങ്കിൽ അത് നികത്താവുന്ന അത്രയും ആളുകൾ അഭിപ്രായം പറഞ്ഞിട്ടുമില്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താണ്, ഈ 50.4% വോട്ടുകൾ BJPക്കും മറ്റ് പാർട്ടികൾക്കും എതിരായി നിൽക്കുന്ന എല്ലാവർക്കും കൂടി ഭിന്നിച്ചു പോകാനുള്ള വോട്ടാണ്. എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി ഇത് തുടരണം എന്ന് പറയുന്നവർ 44.7% ഉണ്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പിണറായി സർക്കാർ തുടരും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ തുടരണം എന്ന് പറഞ്ഞതിൽ പോലും ഇത് ഭരണത്തോടുള്ള ഇഷ്ടം കൊണ്ട് കൃത്യമായി തുടരണം എന്ന് പറഞ്ഞേക്കുന്നത് ഒരു 19.9% പേരാണെന്ന് പറയുന്നു. കൂടാതെ 24.8% പേർ വിയോജിപ്പുകളൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിലും തുടരട്ടെ എന്ന് പറയുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെ കൂട്ടിയിട്ടാണ് ഈ പറയുന്ന 44.7% എത്തിയേക്കുന്നത്. ഇത് മറ്റാരും പറയുന്ന സർവേ അല്ല, മനോരമയുടെ സർവേ ആണ്. മനോരമയുടെ സർവേ ഇത്തവണ ഒരു കുറച്ചുകൂടി ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കഴിഞ്ഞ തവണയൊക്കെ നടത്തിയിട്ടുള്ള സർവേ വലിയ ദുരന്തമായിരുന്നു എന്നുള്ളത് പറയാതെ വയ്യ. എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം മാത്രമേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ. അത് കഴിഞ്ഞ തവണ ബേപ്പൂരിലെ റിസൾട്ട് ഇവർ പ്രഖ്യാപിച്ചിരുന്നു. അത് റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ മുഹമ്മദ് റിയാസ് അവിടെ തോൽക്കുമെന്നും പ്രിയപ്പെട്ട PM നിവാസ് അവിടെ ജയിക്കും എന്നുമാണ് പറഞ്ഞിരുന്നത്. നിയാസ് ആകെ സന്തോഷിച്ചിട്ടുള്ളത്, നിയാസ് പോലും ഇവിടെ തോക്കുമെന്ന് ഉറപ്പിച്ചാണ് മത്സരിച്ചിട്ടുള്ളത്. പക്ഷേ PM നിയാസ് പോലും സന്തോഷം തോന്നിയിട്ടുള്ളത് മനോരമയുടെ സർവേ കണ്ടിട്ടായിരിക്കും. അതായത് PM നിയാസ് അവിടെ ജയിക്കുമെന്നും പകരം മുഹമ്മദ് റിയാസ് തോൽക്കും എന്നുമാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ പക്ഷേ റിസൾട്ട് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതായത്
മുഹമ്മദ് റിയാസ് അവിടെ ജയിച്ചു എന്ന് മാത്രമല്ല 82,165 വോട്ടുകൾ പിടിക്കുകയും 49.73% വോട്ടുകൾ പിടിച്ചുകൊണ്ടാണ് മുഹമ്മദ് റിയാസ് അവിടെ ജയിച്ചതെങ്കിൽ തൊട്ടടുത്ത് താഴെ വന്നിട്ടുള്ള PM നിയാസ് പിടിച്ചത് 32.33% വോട്ടാണ്. എന്ന് പറഞ്ഞാൽ 53,418 വോട്ടാണ്. അതായത് ഭൂരിപക്ഷം എന്ന് പറയുന്നത് തന്നെ നിങ്ങൾ അറിയേണ്ടത് 28,747 വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു എന്നുള്ളത് ചുരുക്കം. അല്ലെങ്കിൽ വളരെ കൃത്യമായി പറഞ്ഞാൽ ഏതാണ്ട് 16% വരുന്ന വോട്ടിൻ്റെ വ്യത്യാസം ഇവർ രണ്ടുപേരും കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ പ്രകാശ് ബാബുവാണ് മത്സരിച്ചത്. അദ്ദേഹം 26,267 വോട്ടുകൾ പിടിച്ചു, ഏതാണ്ട് 15%. അപ്പോൾ ഒരു കാര്യം കൂടി നിങ്ങളോട് പറഞ്ഞാൽ BJPയുടെ വോട്ടും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ വോട്ടും കൂടി ചേർത്ത് വെച്ചാൽ പോലും ഉണ്ടാകാൻ കഴിയുന്ന വോട്ടുകൾ എന്ന് പറയുന്നത് ഒരു 48% വരുന്ന വോട്ടുകളാണ്. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ 49.73% വോട്ടുകൾ നേടിക്കൊണ്ടാണ് മുഹമ്മദ് റിയാസ് അവിടെ വിജയിച്ചത്. അതുകൊണ്ട് മനോരമയുടെ റിസൾട്ട് സർവേ എന്തായിരിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് വലിയ ആശങ്കകളുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം, അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഒരു UDFൻ്റെ ഒരു തരംഗമുണ്ട്, അല്ലെങ്കിൽ ഒരു 4%, 5% വോട്ടുകൾ ചിലപ്പോൾ വ്യത്യാസമുണ്ട്, ഇനി ചെറിയൊരു മെജോറിറ്റി ഉണ്ട് എന്ന് തന്നെ നമ്മൾ വിചാരിക്കുക. അത്തരത്തിലുള്ളൊരു UDF വരും എന്നുള്ളതാണ് എല്ലാവരും തന്നെ പ്രതീക്ഷിക്കുന്നതൊക്കെ തന്നെ. പക്ഷെ അങ്ങനെ വരുമ്പോൾ പോലും ഇനി സംഭവിക്കാൻ സാധ്യതയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞാൽ കോൺഗ്രസിനകത്ത് എന്തായിരിക്കും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? സാധാരണ കോൺഗ്രസിനകത്ത് ഇപ്പോൾ ഒരു 5 കൊല്ലമായി 10 കൊല്ലമായിട്ട് യാതൊരുവിധ പദവികളും കിട്ടാതെ MLA-മാരാകാൻ കഴിയാതെ നിൽക്കുന്ന നിരാശരായിട്ടുള്ള നേതാക്കളുടെ നമ്പർ വളരെ 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 കൂടുതലാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളിൽ എല്ലാവർക്കും തന്നെ സീറ്റ് കൊടുക്കാൻ കോൺഗ്രസിന് കഴിയില്ലല്ലോ. കാരണം കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റിലേക്ക് മാത്രമല്ല സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കോൺഗ്രസ് മത്സരിക്കുന്ന ഇപ്പോൾ 90 സീറ്റുകളോ 95 സീറ്റുകളോ ഇനി 100 സീറ്റുകളാണെന്ന് വിചാരിച്ചാൽ പോലും 100 സീറ്റിലേക്ക് മത്സരിക്കാനും സാധ്യതയില്ല. പക്ഷേ അത്ര സീറ്റുകളിലേക്ക് 80-90 സീറ്റുകളിലേക്ക് മത്സരിക്കാൻ വേണ്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് 100 കണക്കിന് 1000 ആ നേതാക്കളും അവരുടെ അണികളുമായിട്ടുള്ള മണ്ഡലം പ്രസിഡന്റുമാരും അവരുടെ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരും അടക്കമുള്ള ആളുകൾ വലിയ തോതിൽ പാർട്ടി വിട്ടുപോകും. കാരണം എന്തുകൊണ്ടാണ്? അവരിൽ പലരും തന്നെ ഇത്തവണ ഒന്ന് MLA ആയാൽ ഒരുപക്ഷെ എളുപ്പത്തിൽ ജയിച്ചു കയറാം. കാരണം UDFന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമുണ്ട് എന്ന് വിചാരിക്കുന്നവരാണ്. അതുകൊണ്ട് എല്ലാ സീറ്റുകളിലേക്ക്, തോൽക്കുമെന്ന് ഉറപ്പുള്ള സീറ്റുകളിലേക്ക് പോലും വലിയ ആവേശത്തോടുകൂടി മത്സരിക്കാൻ തയ്യാറായ ആളുകൾ നിൽക്കുകയാണ്. ഇനി ആ മത്സരിക്കാൻ അവർക്കൊരു അവസരം കിട്ടിയില്ലെന്ന് വിചാരിക്കുക. അവർക്ക് ഉറപ്പായിട്ട് പറയാം 2026 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇനിയിപ്പോൾ UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ വന്നാൽ പോലും 31 മിക്കവാറും UDFകാരെ തന്നെ തെരഞ്ഞെടുക്കപ്പെടും, കോൺഗ്രസിന് തന്നെ സീറ്റ് കിട്ടും എന്നുള്ളൊരു വിശ്വാസമൊന്നും അവർക്കില്ല. കാരണം ആ സമയമാകുമ്പോഴേക്കും കോൺഗ്രസ് ഭരിച്ചിട്ടുണ്ടാവും. കോൺഗ്രസ് ഭരിക്കുമ്പോഴത്തേക്കും അഴിമതി ആരോപണങ്ങളുണ്ടാവും, അതുപോലെ കെടുകാര്യസ്ഥത ഉണ്ടാവും, കൂടാതെ വർഗീയ പ്രീണനങ്ങളുണ്ടാവും. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് 31 സാധ്യതകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാൻ അവർക്ക് ആർക്കും തന്നെ കഴിയില്ല. കൂടാതെ സാധാരണ ഒരു 5 കൊല്ലം വെയിറ്റ് ചെയ്തിരിക്കുന്ന പോലെയല്ല, 5 കൊല്ലം വെയിറ്റ് ചെയ്തിരിക്കുന്നതിനേക്കാൾ വലിയ ഫ്രസ്ട്രേഷൻ, വെറുപ്പുമാണ് 10 കൊല്ലത്തേക്ക് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളെയാണ് കോൺഗ്രസ് അഭിമുഖീകരിക്കാൻ സാധ്യതയുള്ളത്. വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ആ പൊട്ടിത്തെറികളെ എത്രത്തോളം കോൺഗ്രസിന് അതിജീവിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. അതുകൊണ്ട് മനോരമ ഇനിയിപ്പോൾ ഒരു 5% വോട്ടുകളുടെ ഭൂരിപക്ഷം അല്ലെങ്കിൽ 6% വോട്ടുകൾ സാധാരണ കിട്ടുന്ന വോട്ടുകൾ കോൺഗ്രസ്സുകാർക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ പോലും യഥാർത്ഥത്തിൽ അതിലൊരു 2-3% ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് പോകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. പക്ഷേ ഇത് പറയുമ്പോൾ മറ്റൊരു സാധ്യത കൂടിയുണ്ട്. അത് VD സതീശനെ കാണുന്നൊരു സാധ്യതയാണ്. അത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷം എന്ന് പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ അണികളൊക്കെ തന്നെ പലപ്പോഴും ഈ ഗവൺമെൻറ് പോരാ, അല്ലെങ്കിൽ ഈ ഗവൺമെൻറ് തുടർന്നിട്ടുണ്ടെങ്കിൽ ഇത് CPM തന്നെ ഇല്ലാതാകുമെന്ന് പറയുന്ന പ്രചരണത്തിനൊക്കെ വശംവദരായിട്ടുള്ള പല ആളുകളൊക്കെ തന്നെ അതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ വോട്ടുകൾ കൂടി സമാഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സുരേഷിനെ പോലെയുള്ള ആളുകളെ, VS അച്യുതാനന്ദൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റ് ആയിരുന്ന ആളുകളെയും മറ്റു പല ആളുകളെയും ഒക്കെ തന്നെ കോൺഗ്രസ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ VD സതീശൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകളൊക്കെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞങ്ങളാണ് ലെഫ്റ്റ്, അവരിപ്പോൾ ലെഫ്റ്റ് അല്ല, അവർ റൈറ്റ് ആണ്, ഒരു വലിയ എക്സ്ട്രീം റൈറ്റ് ആണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളാണ് ലെഫ്റ്റ്, യഥാർത്ഥ ലെഫ്റ്റ് ഞങ്ങളാണ്, ഞങ്ങൾ യഥാർത്ഥത്തിൽ ഒരു നെഹ്റൂവിയൻ ലെഫ്റ്റാണ് എന്നൊക്കെ അദ്ദേഹം എല്ലാ ഇൻ്റർവ്യൂകളും എടുത്ത് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അത് ഇത്തരത്തിലുള്ള ഒരു വോട്ട് ബാങ്കിനെ കൂടി ആകർഷിക്കാനുള്ള പരിശ്രമമാണ്. അതുകൊണ്ട് ഈ സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം ഉണ്ടാകുന്ന പൊട്ടിത്തെറിയെ അതിജീവിക്കാൻ ഇത്തരത്തിൽ ലെഫ്റ്റ് ഭാഗത്ത് നിന്ന് വരുന്ന വോട്ടുകൾ മതിയാകുമോ, അതോ ഈ പറഞ്ഞ വീണ്ടും പിണറായി വിജയൻ തുടരുമോ എന്നൊക്കെയുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലുള്ള ഒരു പൊട്ടിത്തെറി UDFൽ ഉണ്ടാകുമെന്നുള്ളതും അത് നിരവധി സീറ്റുകളെ, ഇപ്പോൾ VD സതീശൻ അടക്കമുള്ള ആളുകളുടെ സീറ്റുകളെ ബാധിക്കില്ല, ഹരിപ്പാട് രമേശ് ചെന്നിത്തലയെ ബാധിക്കില്ല, പക്ഷെ മറ്റ് സീറ്റുകളെയൊക്കെ തന്നെ പിടിച്ചു കുലുക്കാൻ പോകുന്ന കാര്യം കൂടി ആയിരിക്കും എന്നുള്ളതാണ് വാസ്തവം.